Starting the fifth module, which is optimization. ഇതാണ് നമുക്ക് ഫിഫ്ത്ത് മോഡ്യൂളിൽ പഠിക്കാനുള്ളത്. ഒപ്റ്റിമൈസേഷൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ദ ക്ലാസ് ബൈ 3:45 ടുഡേ. ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, വി ആർ ട്രൈങ് ടു ഒപ്റ്റിമൈസ് സർട്ടൻ തിങ്സ്. ഫോർ എക്സാമ്പിൾ, you are coming to the computer science block of RIT and say maybe from the Nedunguri bus stop, you have to choose the shortest path, or you have to optimize the number of steps that you are taking to reach the computer science block of RIT. So that is what we call optimization, right? Normally every problem in our life can be considered to be an optimization problem, where we are trying to minimize or maximize certain things. So you are writing an exam, you are trying to maximize the marks that you are going to get. You are maybe you are eating from a restaurant, and that is probably a double optimization problem. What is the double optimization there? The first is that you have to minimize the amount in the bill, and the second is that you have to get maximum tasty food, right? So that's actually a double optimization problem. So in mathematics or in machine learning, optimization means given an objective function, find the best value getting a good set of parameters. അതിനെയാണ് നമ്മൾ സാധാരണയായിട്ട് മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, വി ഹാവ് ആൻ ഒപ്റ്റിമൈസേഷൻ ഫംഗ്ഷൻ ലൈക്ക് y is equal to ax² plus bx plus c. ഇങ്ങനെ ഒരു ഒപ്റ്റിമൈസേഷൻ ഫംഗ്ഷൻ നിങ്ങൾക്ക് കാണാം. സോ which value of x will give you a desirable value for y? അതിനെയാണ് നമ്മൾ സാധാരണ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഈ പാരാമീറ്റേഴ്സിന്റെ വാല്യൂ കണ്ടെത്തുന്നതിനെയാണ് നമ്മൾ സാധാരണയായിട്ട് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഫംഗ്ഷനെ നമ്മൾ സാധാരണയായിട്ട് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. സോ ഇവിടെ ഒരു സിമ്പിൾ എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, യു ഹാവ് ആൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ലൈക്ക് x⁴ plus 7x³ plus 5x² minus 17x plus 3. ഈ രീതിയിലുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷനാണ് ഇവിടെ ഉള്ളത്. ഇറ്റ്സ് ആക്ച്വലി x⁴, അതായത് ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനാണ് ഇവിടെ ഉള്ളത്, റൈറ്റ്? ഇവിടെ ഇതിൻ്റെ കർവ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ്ട് ഇതുപോലെ കിട്ടും എന്നിരിക്കട്ടെ. ആൻഡ് യു ആർ ട്രൈങ് ടു മിനിമൈസ് ദ ഫംഗ്ഷൻ. ഇതിൻ്റെ ഏറ്റവും മിനിമം വാല്യൂ ആണ് നിങ്ങൾക്ക് കണ്ടെത്തേണ്ടത്. മേ ബി ദിസ് ഇസ് എ കോസ്റ്റ് ഫംഗ്ഷൻ. നിങ്ങളൊരു ടൂർ ഓപ്പറേറ്റ് ചെയ്യുന്നു. ഈ ടൂറിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് ഇതേ ഫോമിലാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ യു ആർ ട്രൈങ് ടു മിനിമൈസ് ദ കോസ്റ്റ് ഫംഗ്ഷൻ. സോ ദാറ്റ് എങ്ങനെയായിരിക്കും നിങ്ങൾ ആ കോസ്റ്റ് ഫംഗ്ഷൻ മിനിമൈസ് ചെയ്യുന്നത്? യു ഹാവ് ടു ഫൈൻഡ് എ വാല്യൂ ഫോർ ദിസ് എക്സ് so that the entire function will be minimum. അതിപ്പോൾ ഡയഗ്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അതായത് ഇതാണ്ട് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലാണ് ഈ ടോട്ടൽ ഫംഗ്ഷൻ മിനിമം ആകുന്നത്. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഈ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി അറൗണ്ട് -45 അങ്ങനെ എങ്ങാണ്ട് വരും, അല്ലേ? ഇത് ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂ -45 ആയിരിക്കും. ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് ഏതാണ്ട് 70 ആയിരിക്കും. ഇവിടേക്ക് എത്തുമ്പോൾ അത് 40 ആയിരിക്കും. ഇവിടെ എത്തുമ്പോൾ അത് ഓൾമോസ്റ്റ് -45 ആ റേഞ്ചിലേക്ക് വരും. ഇതാണ് ഈ ഒരു പോയിന്റിലാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഈ ഒരു പോയിന്റിലാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മിനിമം ആകുന്നത്. ആ മിനിമം ആകാൻ വേണ്ടി എക്സിൻ്റെ വാല്യൂ എത്ര വേണം? എക്സ് ഇസ് വാട്ട് വി കോൾ ദ പാരാമീറ്റർ. എക്സിൻ്റെ വാല്യൂ എത്ര വരണം? എക്സിൻ്റെ വാല്യൂ ദാറ്റ് ഷുഡ് ബി അറൗണ്ട് -4.5. എക്സിൻ്റെ വാല്യൂ -4.5 ഇടുമ്പോഴാണ് ഈ ഫംഗ്ഷൻ്റെ വാല്യൂ മിനിമം ആകുന്നത്. ഇവിടെ ഇത് ഇങ്ങോട്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാക്സിമം ആകുകയാണ്. ഇതും വേറൊരു മിനിമം ആണ്. പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ സാധാരണ ലോക്കൽ മിനിമം എന്ന് പറയും. ലോക്കൽ മിനിമം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സറൗണ്ടിങ്സിലുള്ള ഫംഗ്ഷൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വാല്യൂസ് വെച്ച് നോക്കുമ്പോൾ ഇതൊരു മിനിമം വാല്യൂ ആയിരിക്കും. പക്ഷേ ഗ്ലോബൽ മിനിമം അല്ല. ഗ്ലോബൽ മിനിമം എന്ന് പറയുന്നത് ഈ പർട്ടിക്കുലർ പോയിന്റിലാണ്, റൈറ്റ്? ഇതിന് നമ്മുടെ മെഷീൻ ലേണിങ്ങിലുള്ള മിക്ക പ്രോബ്ലംസും നമ്മൾ മിനിമൈസേഷനാണ് ചെയ്യുന്നത്. മാക്സിമൈസേഷൻ വളരെ റയറായിട്ട് ചെയ്യാറുള്ളൂ. നമുക്ക് കൂടുതലും വേണ്ട മിനിമൈസേഷനാണ്. എല്ലായ്പ്പോഴും നമ്മൾ എറർ മിനിമൈസ് ചെയ്യുക.
അല്ലെങ്കിൽ കോസ്റ്റ് മിനിമൈസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും റെഫർ ചെയ്യുന്നത് മിനിമൈസേഷനെ പറ്റിയാണ്. റൈറ്റ്. ഇനി നമുക്കൊരു ഡയഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ക്വൈറ്റ് ഈസി ഫോർ us ടു ഐഡന്റിഫൈ വിച്ച് ഈസ് ദ മിനിമം പോയിന്റ് ഓഫ് ദ ഫംഗ്ഷൻ. അത് കണ്ടെത്താൻ നമുക്ക് വളരെ എളുപ്പമാണ്, അതായത് ഈ ഒരു ഡയഗ്രാം കണ്ടു കഴിഞ്ഞാൽ. പക്ഷെ പലപ്പോഴും ഇതുപോലെ ഇങ്ങനെ ഒറ്റ വേരിയബിളിലുള്ള ഫംഗ്ഷൻ ആകണമെന്നില്ല, ഇത് ചിലപ്പോൾ മൾട്ടിപ്പിൾ വേരിയബിൾസിലുള്ള ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു കർവൊക്കെ വരച്ചെടുക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല ഇത് ഏത് പോയിന്റിലാണ് മിനിമം ആയിരിക്കുക എന്നുള്ളത് അത്തരം കർവിനെ നോക്കി കണ്ടുപിടിക്കുക എന്ന് പറയുന്നതും വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്ത് രീതിയിൽ നമുക്ക് ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ മിനിമം ആകുന്നു എന്ന് എങ്ങനെ കണ്ടെത്താൻ കഴിയും? നമുക്ക് ആ ഫംഗ്ഷൻ അറിയാം, ആ ഫംഗ്ഷൻ്റെ ഈ ഒരു ഫംഗ്ഷൻ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ അത് മിനിമം ആണോ അല്ലയോ എന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും? അത് തിരിച്ചറിയാൻ കഴിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള വഴി, ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വരച്ച് കാണിക്കാം. ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് എ കർവ് ലൈക്ക് ദിസ്. ഇങ്ങനെ നിങ്ങൾക്കൊരു കർവ് ഉണ്ട്, നിങ്ങൾക്ക് ഓരോ പോയിന്റിലും ടാൻജന്റ് എടുത്ത് നോക്കാം. ദിസ് ഈസ് ദ ടാൻജന്റ്. നിങ്ങൾക്ക് ആ പോയിന്റിലെ ടാൻജന്റ് എടുത്ത് നോക്കാം. റൈറ്റ്, ഈ പോയിന്റിലെ ടാൻജന്റ്, ഈ പോയിന്റിലെ ടാൻജന്റ്. ടാൻജന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഓക്കെ, സ്ലോപ്പ്, ബേസിക്കലി സ്ലോപ്പ് എടുത്ത് നോക്കാം. ഏത് പോയിന്റിലാണോ സ്ലോപ്പ് 0 ആകുന്നത്, അല്ലെങ്കിൽ ടാൻജന്റ് ഇങ്ങനെ പാരലൽ ടാൻജന്റ് ഉള്ളത്, അല്ലെ ഹൊറിസോണ്ടൽ ടാൻജന്റ് ഉള്ളത്, ആ പോയിന്റ് ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യുന്ന പൊസിഷൻ. അതായത് ഇത്രയും നേരം ഇങ്ങനെ താഴോട്ട് വന്നിട്ട് ഇവിടെ മുതൽ വീണ്ടും മുകളിലേക്ക് പോകാൻ തുടങ്ങുക, അല്ലെ ഒരു പർട്ടിക്കുലർ പോയിന്റ് മുതൽ വീണ്ടും അത് മുകളിലേക്ക് പോകാൻ തുടങ്ങുക. ആ പോയിന്റ് മുതലായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഈ ടാൻജന്റ്, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ ഈ ഫംഗ്ഷന്റെ ഒരു മിനിമം. പക്ഷെ ഇത് മിനിമം തന്നെ ആകണമെന്നില്ല, ഇത് വേണമെങ്കിൽ മാക്സിമം വേണമെങ്കിലും ആകാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് നമ്മൾ സ്ലോപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ടാൻജന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ടാൻജന്റ് വിൽ ബി പാരലൽ, ടാൻജന്റ് വിൽ ബി ഹൊറിസോണ്ടൽ, and the slope will be 0 in this case. So whenever the slope is 0 for a function, whenever the slope is 0 for a curve, we say that the function is changing its direction എന്ന് നമുക്ക് പറയാൻ കഴിയും. So that can be either a maximum or a minimum എന്ന് നമുക്ക് പറയാൻ കഴിയും. റൈറ്റ്. ഇനി ഇതിപ്പം ഇങ്ങനത്തെ, ഞാൻ മുമ്പ് പറഞ്ഞു, ഇതിപ്പോൾ ഇങ്ങനെ ഒരു പ്ലെയിനിൽ വരയ്ക്കാൻ കഴിയുന്ന കർവ് ആയതുകൊണ്ടാണ്, 2 ഡയമെൻഷണൽ കർവ് ആയതുകൊണ്ടാണ് എനിക്കിങ്ങനെ ടാൻജന്റ് ഒക്കെ എടുത്ത് നോക്കാൻ പറ്റിയത്. ഒരു 3 ഡയമെൻഷണൽ കർവ്, 4 ഡയമെൻഷണൽ കർവ്, 5 ഡയമെൻഷണൽ കർവ്, അങ്ങനെ ഡയമെൻഷൻസ് കൂടും തോറും, ഡയമെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് വേരിയബിൾസ് ആണ്, മേ ബി ലൈക്ക് x1 പ്ലസ് 1 the whole square plus x2 plus x3 the whole cube. ഈ രീതിയിലൊക്കെ പറയുകയാണെങ്കിൽ how many dimensions will be there? x1, x2, x3, ടോട്ടലി 3 ഉണ്ട്. 3 ഡയമെൻഷൻസ് അവിടെ വരുന്നുണ്ട്. റൈറ്റ്. അല്ലെങ്കിൽ 3 വേരിയബിൾസ് അവിടെ വരുന്നുണ്ട്. ഓരോ വേരിയബിളിനെയും അതിൻ്റെ സ്ക്വയേർഡിലേക്കും ക്യൂബിലേക്കും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രീതിയിലൊരു കർവൊക്കെ വരയ്ക്കുക എന്ന് പറയുന്നത് നമുക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും പലപ്പോഴും. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ ഇതൊരു, പക്ഷേ ദിസ് ഇസ് സ്റ്റിൽ എ ഫംഗ്ഷൻ, എഫ് ഓഫ് x1, x2, x3 എന്നുള്ള ഒരു കർവ് ഒരു ഫംഗ്ഷൻ തന്നെയാണ്. റൈറ്റ്. ഈ ഫംഗ്ഷൻ്റെ സ്ലോപ്പ് നമുക്ക് എങ്ങനെ കണ്ടെത്താൻ കഴിയും? ഈ ഫംഗ്ഷൻ്റെ ടാൻജന്റ് നമുക്ക് എങ്ങനെ കണ്ടെത്താൻ കഴിയും? സോ വാട്ട് ഈസ് ദ സ്ട്രാറ്റജി ദാറ്റ് വി ആർ ഗോയിങ് ടു ടേക്ക് ദെയർ? വാട്ട് വിൽ ബി ദാറ്റ്? നമുക്ക് സ്ലോപ്പ് അല്ലെങ്കിൽ ടാൻജന്റ് എങ്ങനെ കണ്ടെത്താൻ കഴിയും? അവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ വി വിൽ ബി ടേക്കിംഗ് ദ ജാക്കോബിയൻ ഓർ ദ ഗ്രേഡിയന്റ് ആയിരിക്കും നമ്മൾ അവിടെ എടുക്കുക. ഗ്രേഡിയന്റ് എടുക്കുക എന്ന് പറയുമ്പോൾ, സോ വാട്ട് ആർ വി ഡൂയിങ്? ഇതിനെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് ഗ്രേഡിയന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേഡിയന്റ് ഓഫ് എഫ് വിൽ ബി നത്തിങ് ബട്ട് ഡോ എഫ് ബൈ ഡോ x1. ഇങ്ങനെ എഴുതാം. നമ്മൾ സാധാരണ എഴുതിക്കൊണ്ടിരുന്നത് ഇങ്ങനെയായിരുന്നു അല്ലേ? ഡോ എഫ് ബൈ ഡോ x1, ഡോ എഫ് ബൈ ഡോ x2, ഡോ എഫ് ബൈ ഡോ x3. ഇതിനെയാണ് നമ്മൾ സാധാരണ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ഇതിനെ തന്നെ നമ്മൾ മേ ബി ഡി എഫ് ബൈ ഇതിനെ നമ്മൾ സാധാരണ ഡെൽ എഫ് എന്ന് എഴുതാറുണ്ട്. റൈറ്റ്. ഓക്കെ. ഇതാണ് ആക്ച്വലി ഏതൊരു കർവിൻ്റെയും സ്ലോപ്പ് കാണിക്കുന്നത് അല്ലെങ്കിൽ ടാൻജന്റ് കാണിക്കുന്നത്.
അപ്പോൾ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ 2-dimensional കർവ് വരെയൊക്കെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ വി വിൽ ബി സിംപ്ലി ടേക്കിംഗ് ദ ഗ്രേഡിയൻ്റ് എടുത്ത് നോക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് വി വിൽ ട്രൈ ടു ഇക്വേറ്റ് ദിസ് ഗ്രേഡിയൻ്റ് ടു 0. ഇതിനെ നമ്മൾ 0യിലേക്ക് ഇക്വേറ്റ് ചെയ്യാൻ നോക്കും. ടാൻജൻറ്റ് വിൽ ബി സ്ലോപ്പ് വിൽ ബി 0, റൈറ്റ്? ഇതിനെ 0യിലേക്ക് ഇക്വേറ്റ് ചെയ്യാൻ നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് പാരാമീറ്റേഴ്സ് ഫോർ x1, x2 ആൻഡ് x3. അതാണ് നമ്മൾ ബേസിക്കലി ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ ഒരു ചെറിയ എക്സാമ്പിളൊക്കെ നമുക്ക് ചെയ്യാം. എന്നാൽ പോലും യു ഹാവ് ടു ഐഡൻറ്റിഫൈ ദാറ്റ് ഓർ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഈസ് ഹൗ വി ആർ checking the points where the curve is changing its direction, or we are finding the maximum point or the minimum point of a function. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, എപ്പോഴും ഇത് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ലൈക്ക് whenever the tangent or whenever the slope is 0, this can be either a minimum point or a maximum point, right? ഇനിയിപ്പോൾ ഇത് മിനിമം ആണോ മാക്സിമം ആണോ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. അതെങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും? ഒരു പോയിന്റ് മിനിമം ആണോ മാക്സിമം ആണോ എന്ന് അത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഈ പറഞ്ഞ പോലെയാണ് നമ്മൾ മുമ്പേ പറഞ്ഞ ടു ഷോ ദ ഹോൾ സ്റ്റോറി ഹിയർ. നമ്മൾ എന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുമ്പ് ആദ്യം പറഞ്ഞു ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ ടാൻജൻ്റ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഓർ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ ഗ്രേഡിയൻ്റ് എടുത്തു കഴിഞ്ഞാൽ, ഇതിനെയാണ് നമ്മൾ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. ഗ്രേഡിയൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് ഇതുപോലെ കിട്ടും. നിങ്ങൾക്ക് ഇത് സിംപ്ലി ഗ്രേഡിയൻ്റ് എടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: 4x³ + 21x² + 10x - 17. കാരണം ഇവിടെ ഒറ്റ വേരിയബിൾ മാത്രമേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ഇവിടെ ഗ്രേഡിയൻ്റ് എന്ന് തന്നെ പറയണമെന്നില്ല, ഡെറിവേറ്റീവ് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടേക്ക് ഇതിൻ്റെ വാല്യൂ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് വാല്യൂസ് ലൈക്ക് ഫോർ എക്സ് യു വിൽ ഗെറ്റ് വാല്യൂസ് ലൈക്ക് -4.5, -1.4, 0.7. ഇതാണ് -4.5. ഇതാണ് ഈ പോയിന്റാണ് -1.4. അത് ഇവിടെ വരും. അടുത്തായിട്ട് ഏതാണ് ഇത് 0.7 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇതായിരിക്കും 0.7. ഇങ്ങനെയുള്ള വാല്യൂസാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുക. ഇനി ഇതിൽ അപ്പോൾ ഈ 3 പോയിന്റ്സും മിനിമം അല്ലെങ്കിൽ മാക്സിമം ആണെന്ന് മനസ്സിലായി. ഇനി എങ്ങനെയാണ് ഇത് മിനിമം ആണോ മാക്സിമം ആണോ എന്ന് അറിയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വി വിൽ ടേക്ക് ദ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് d² lx / dx². ഇതിൻ്റെ ഈ കർവിൻ്റെ അല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ സോ വാട്ട് വിൽ വി ഗെറ്റ്? വേറെ ഇതേപോലെ കിട്ടും 12x² + 42x + 10, റൈറ്റ്? ഇതിൻ്റെ ഈ എക്സിൻ്റെ വാല്യൂ യു വിൽ സബ്സ്റ്റിറ്റ്യൂട്ട് -1.4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ -1.4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ് <0 ആണെങ്കിൽ അത് മാക്സിമം ആയിരിക്കും. സെക്കൻഡ് ഡെറിവേറ്റീവ് <0 ആണെങ്കിൽ അത് മാക്സിമം ആയിരിക്കും. സെക്കൻഡ് ഡെറിവേറ്റീവ് >0 ആണെങ്കിൽ അത് മിനിമം ആയിരിക്കും. ഈ രീതിയിലാണ് നമ്മളൊരു കർവിൻ്റെ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ്റെ, കർവ് എന്ന് പറയുമ്പോൾ അതിനെ ഫംഗ്ഷൻ ആണെന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം, കർവിൻ്റെ അല്ലെങ്കിൽ ഫംഗ്ഷൻ്റെ മിനിമം അല്ലെങ്കിൽ മാക്സിമം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മിനിമം അല്ലെങ്കിൽ മാക്സിമം കണ്ടുപിടിക്കാം. വളരെ എളുപ്പമാണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക, 0യോട് ഇക്വേറ്റ് ചെയ്യുക, ഏതൊക്കെ വാല്യൂസിലാണ് മിനിമം അല്ലെങ്കിൽ മാക്സിമം ഒക്കർ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനിയും ഒന്നിൽ കൂടുതൽ വാല്യൂസ് ഉണ്ടെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുക. <0 വരുന്നിടത്തെല്ലാം മാക്സിമം ആയിരിക്കും, >0 വരുന്നിടത്തെല്ലാം മിനിമം ആയിരിക്കും. ഇത് നമ്മുടെ സോ വി ആർ ആക്ച്വലി സോൾവിങ് ഇറ്റ് ഇൻ അനലറ്റിക്കൽ വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനടുത്ത് 0യോട് ഇക്വേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കണ്ടെത്തുക ചെയ്യുന്നത്. പക്ഷേ എന്നിട്ട് സൊല്യൂഷൻസ് വി വിൽ ഗസ് ആൻഡ് വി വിൽ വെരിഫൈ ദ സൊല്യൂഷൻസ്. ദാറ്റ് ഈസ് ഹൗ വി ആർ ആക്ച്വലി സോൾവിങ് ദീസ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസ്. പക്ഷേ ഇതെല്ലാം ഇപ്പോഴും ഈ അനലിറ്റിക്കൽ വേ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നോട്ട് ഓൾവേസ് പോസിബിൾ, എസ്പെഷ്യലി വെൻ ദ ഫംഗ്ഷൻ ഈസ് വെരി കോംപ്ലക്സ്. വലിയ കോംപ്ലക്സ് ഫംഗ്ഷൻ ആണെങ്കിൽ 100, 10, 100, 200 പാരാമീറ്റേഴ്സ് ഉള്ള കോംപ്ലക്സ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇവിടെ ആകെപ്പാടെ ഒറ്റ പാരാമീറ്ററേ ഉള്ളൂ. വാട്ട് ഈസ് ദാറ്റ്? ഇറ്റ് ഈസ് എക്സ്. പക്ഷേ അങ്ങനെ 100, 200 പാരാമീറ്റേഴ്സ് ഉള്ള കോംപ്ലക്സ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസ് നമുക്ക് വരാം. അപ്പോൾ എല്ലാത്തിൻ്റെയും വാല്യൂ ഗസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എളുപ്പമല്ല. അതിനു വേണ്ടിയിട്ട് we have certain methods and these are the methods of optimization and we are going to cover some methods of optimization in this module. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. So do you understand the topics up to this point?
So let me check your comments. Do you understand this? Okay, Vivek. What about others? Okay, Rashid. Okay, Nikam. Okay. Meenu, what about you? Did you understand? Okay, anyway, I hope everybody understood this. Otherwise, okay, yeah, fine. Let's move a little more forward. നമ്മൾ ഒരുപാട് അങ്ങ് ഡെപ്തിലേക്ക് ഇന്ന് പോകുന്നില്ല. നമ്മൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് മാത്രമേ ഉള്ളൂ. നമുക്കൊരു കാര്യം കൂടെ പഠിക്കാം. ഒപ്റ്റിമൈസേഷൻ യൂസിങ് ഗ്രേഡിയൻ ഡിസെൻറ്റ്. ഈ ഗ്രേഡിയൻ ഡിസെൻറ്റിനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഗ്രേഡിയൻ ഡിസെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിനിമം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ്. ആൻഡ് ഈ ഒരു ആനിമേഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അത് ഏകദേശം എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. നിങ്ങൾ ഈ പലപ്പോഴും സ്കേറ്റിംഗ് ബോർഡൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ സ്കേറ്റിംഗ് ബോർഡിലൊക്കെ ഏകദേശം ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഇങ്ങനെയാണ്. ഇങ്ങനെ ഒരു വലിയ ഏതാണ്ട് ഇതുപോലെയാണ്, റൈറ്റ്? ഇവിടുന്ന് ഇങ്ങനെ സ്കേറ്റ് ചെയ്ത് ഇവിടെ വരും, ഇവിടെ വന്നിട്ട് ഇവിടുന്ന് വീണ്ടും മുമ്പോട്ട് പോകും, മുമ്പോട്ട് പോയിട്ട് വീണ്ടും താഴോട്ട് വരും. ഈ റേഞ്ചിലാണ് ഈ സ്കേറ്റിംഗ് ബോർഡിലൊക്കെ ആൾക്കാർ ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം ഇങ്ങനെ കുറേ നേരം, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും ഉദ്ദേശിക്കണമെന്നില്ല. ഇവിടുന്ന് ഒരു കല്ലെടുത്തിടുക. ഈ കല്ലെടുത്തിട്ട് എന്ത് സംഭവിക്കും? ഇത് നേരെ താഴോട്ട് വരും. താഴോട്ട് വന്നിട്ട് നേരെ താഴോട്ട് വന്നിട്ട് കുറച്ച് മേലോട്ട് പോവും. കുറച്ച് മേലോട്ട് പോയിട്ട് വീണ്ടും താഴോട്ട് വരുമ്പം ഇവിടെ വരെ വരും. ഇവിടെ വന്നിട്ട് വീണ്ടും ഇവിടെ വരെ പോവും. ഇവിടെ വരെ പോയിട്ട് ഇങ്ങനെ പോയി അവസാനം ഈ മിനിമത്തിൽ വന്ന് സ്റ്റോപ്പ് ആവും, റൈറ്റ്? ഇതിനെയാണ് ശരിക്കും പറഞ്ഞാൽ ഗ്രേഡിയൻ ഡിസെൻറ്റ് എന്ന് പറയുന്നത്. ഈ കല്ല് ബേസിക്കലി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഫൗണ്ട് ഇറ്റ്സ് മിനിമം, ഫൗണ്ട് ദ മിനിമം പോയിന്റ് ഓഫ് ദ സർഫസ്. അതാണ് ആക്ച്വലി ആ കല്ല് ചെയ്തത്, അല്ലേ? ഇവിടെയും അത് തന്നെയാണ്. ഇത് ഗ്ലോബൽ മിനിമം കണ്ടുപിടിക്കുന്ന ഒരു ഉറപ്പുമില്ല. കാരണം ഒരു സർഫസ് ഏതാണ്ട് ഇങ്ങനെയുണ്ട്. ഇങ്ങനത്തെ ഒരു സർഫസാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കല്ലിനെ എടുത്ത് ഇവിടെ നിട്ട് കഴിഞ്ഞാൽ മാക്സിമം ഇത് ഇവിടെ വന്ന് നിൽക്കത്തേ ഉള്ളൂ. ഇതാണ് ഗ്ലോബൽ മിനിമം. അവിടോട്ട് പോകണമെന്നൊരു നിർബന്ധമില്ല, ഇവിടെയൊക്കെ പോകണമെന്നൊരു നിർബന്ധമില്ല. ഇത് ഇവിടെയൊക്കെ കിടക്കത്തേ ഉള്ളൂ പലപ്പോഴും. പക്ഷേ ഫോർ മെനി സൊല്യൂഷൻസ് ദിസ് ഇസ് ഇനഫ്. ലോക്കൽ മിനിമം ക്യാൻ ബി സഫീഷ്യൻറ്റ്, റൈറ്റ്? എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് നിങ്ങൾക്ക് നെടുങ്കുഴിയിൽ നിന്നും RITയിലേക്ക് വരാൻ അത്യാവശ്യം എളുപ്പമുള്ള ഒരു പാത്ത് കിട്ടിയാൽ മതി. ഏറ്റവും എളുപ്പമുള്ള പാത്ത് തന്നെ കിട്ടണമെന്ന് നിങ്ങൾക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. ഇപ്പം ഇത്രയും ദൂരം നടക്കുന്നതിന് പകരം കുറച്ചുകൂടെ എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന ഒരു പാത്ത് കിട്ടിക്കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ സാധാരണ ലോക്കൽ മിനിമം എന്ന് പറയുന്നത്. ദ ബെസ്റ്റ് പാത്ത് വേണമെന്ന് നിങ്ങൾക്ക് ഒരു നിർബന്ധം ഉണ്ടാകത്തില്ല. അപ്പോൾ ഒപ്റ്റിമൈസേഷൻ യൂസിങ് ഗ്രേഡിയൻ ഡിസെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് പരിപാടി. നമുക്ക് ഇതുപോലൊരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ടാവും. ഇതുപോലത്തെ നമുക്കിതുപോലത്തെ ഒരു കർവ് ഉണ്ടാവും, ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ടാവും. എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇവിടുന്ന് നേരെ ഇവിടുന്ന് നോക്കുമ്പോൾ ഈ പോയിന്റിലെ സ്ലോപ്പ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, അല്ലേ? ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലെ സ്ലോപ്പ് നമുക്ക് മെഷർ ചെയ്യാൻ കഴിയും. ഈ പോയിന്റിലെ സ്ലോപ്പ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത പോയിന്റിലെ സ്ലോപ്പ്, അതായത് തൊട്ടടുത്ത പോയിന്റിലെ സ്ലോപ്പ് നിങ്ങൾക്ക് മെഷർ ചെയ്യാം. അത് വീണ്ടും അവിടെ സ്ലോപ്പ് ഉണ്ടെന്ന് കണ്ടു, ഇങ്ങനെ പോയിട്ട് അവസാനം സ്ലോപ്പ് 0 ആകുമ്പോൾ നിങ്ങൾക്ക് ഇതിനെ സ്റ്റോപ്പ് ചെയ്യാം. ഈ പറഞ്ഞ പരിപാടിയെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. ആ പർട്ടിക്കുലർ പോയിന്റ് ആയിരിക്കും മിനിമം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് തുടങ്ങി ആ പോയിന്റിൽ നിന്ന് നേരെ താഴോട്ട് വന്ന് അവസാനം ഒരു പർട്ടിക്കുലർ പോയിന്റിലെത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നു. അതിനുവേണ്ടി ആകെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോപ്പ് അല്ലെങ്കിൽ ഗ്രേഡിയൻ കണ്ടുപിടിക്കുക എന്നുള്ള ഒറ്റ കാര്യമേ നിങ്ങൾക്ക് ചെയ്യേണ്ടതുള്ളൂ. ഗ്രേഡിയൻ കണ്ടുപിടിക്കുക, ഇങ്ങോട്ട് പോന്നുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഒരു കാര്യം കൂടി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എല്ലാം ഇത് കണ്ടിന്യൂസ് കർവാണ്, അല്ലേ? അപ്പോൾ ഇവിടെ എല്ലാം പോയിന്റ്സ് ഉണ്ട്.
അപ്പം പക്ഷേ എല്ലാ പോയിന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പോയിന്റ്സ് ബിറ്റ്വീൻ ദിസ് പർട്ടിക്കുലർ ഏരിയ ദിസ് പർട്ടിക്കുലർ പൊസിഷൻ ആൻഡ് ദിസ് വിൽ ബി ഇൻഫാക്ട് ഇൻഫിനിറ്റ്. അപ്പോൾ ഇൻഫിനിറ്റ് സ്ലോപ്സ് അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ഗ്രേഡിയൻസ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇംപ്രാക്ടിക്കൽ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? ഇവിടുത്തെ ഒരു സ്ലോപ്പ് കണ്ടുപിടിക്കും, നിങ്ങളൊരു ചെറിയ സ്റ്റെപ്പ് എടുത്തിട്ട് അവിടുത്തെ സ്ലോപ്പ് കണ്ടുപിടിക്കും, അപ്പോഴും 0 ആയിട്ടില്ല, വീണ്ടും ഒരു സ്റ്റെപ്പ് എടുത്തിട്ട് വീണ്ടും സ്ലോപ്പ് കണ്ടുപിടിക്കും, വീണ്ടും സ്ലോപ്പ് കണ്ടുപിടിക്കും. അങ്ങനെ ഒരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലിലാണ് നിങ്ങളിത് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്, ഈ സ്ലോപ്പ് കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോഴെല്ലാം എന്താണ് സംഭവിക്കുക? ഇങ്ങനെ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലെത്തും. ഇങ്ങനെ ഞാൻ പറയുന്നെങ്കിലും ഇത്രയ്ക്ക് സ്ട്രൈറ്റ് ഫോർവേഡ് അല്ല കാര്യങ്ങൾ. നമുക്ക് 1-2 കാര്യങ്ങളൂടെ നമുക്കവിടെ ചിന്തിക്കാനുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. So we now consider the problem of solving for the minimum of a real valued function, minimum of fx. അതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഇതിനെ നമുക്ക് തൽക്കാലം fx എന്ന് വിളിക്കാം. This is in fact f of x, where we have the parameter is in fact x ആണ്. xനെയാണ് നമ്മൾ സാധാരണ പാരാമീറ്റർ എന്ന് പറയുന്നത്. x ഇങ്ങോട്ട് പോകുന്നു, fx ഇങ്ങനെ മേളിലേക്ക് പോകുന്നു. ഇതിനെയാണ് നമ്മൾ സാധാരണ fx എന്ന് വിളിക്കുന്നത്, റൈറ്റ്? അപ്പം നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ fxന്റെ മിനിമം വാല്യൂ കണ്ടെത്തണം. മിനിമം വാല്യൂ ഇസ് ദിസ് തിങ്. അത് ഏത് എക്സിലാണ് ഒപ്റ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഒപ്റ്റിമൈസേഷനിൽ കണ്ടെത്തുന്നത്. ആൻഡ് വേർ എഫ് ക്യാൻ ബി എ ഫംഗ്ഷൻ ഫ്രം r to the power d to r എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം മൾട്ടിപ്പിൾ സേ മേ ബി x1, x2, x3 എക്സെട്ര. ഇങ്ങനെ കുറേ പാരാമീറ്റേഴ്സിൻ്റെ ഒരു ഫംഗ്ഷൻ ആയിരിക്കും ആക്ച്വലി എഫ് എന്ന് പറയുന്നത്, റൈറ്റ്? സോ ഇറ്റ്സ് ആക്ച്വലി ഇതെല്ലാം ഓരോ നമ്പേഴ്സ്. ദാറ്റ് ഈസ് വൈ ദിസ് ഈസ് ഇൻ ഫാക്ട് r to the power d to r. ഇങ്ങനെയാണ്. ഇതെല്ലാം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു റിയൽ വാല്യൂ കിട്ടും. So gradient descent is a first order optimization algorithm. To find a local minimum of the function using gradient descent, one takes steps proportional to the negative of the gradient of the function at the current point. Okay, അതെന്താണെന്ന് നമുക്ക് നോക്കാം. So let's consider multivariate functions. Imagine a surface described by the function fx with a ball starting c. Yeah, basically നമ്മൾ ഇവിടെ ആകെ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കും, ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ്. അതിനെ നമ്മൾ മേ ബി വി വിൽ കോൾ ദിസ് x0 എന്ന് വിളിക്കാം. ഈ പോയിന്റിനെ നമുക്ക് x0 എന്ന് വിളിക്കാം. ഇതാണ് x0. ദിസ് ഈസ് ഇൻ ഫാക്ട് x0. അപ്പോൾ ഇവിടുത്തെ ഗ്രേഡിയന്റ് നിങ്ങൾ കണ്ടെത്തി. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലെ ഈ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷന്റെ ഗ്രേഡിയന്റ് നിങ്ങൾ കണ്ടെത്തി. അടുത്തതായിട്ട് ഇനി ഏത് പോയിന്റ് എടുക്കണം? അതായത് ഈ x1 എന്നുള്ള പോയിന്റ്, ഇതിനെയാണ് നമ്മൾ x1 എന്ന് പറയുന്നത്. ദിസ് ഈസ് x1. ഈ x1 എന്നുള്ള പോയിന്റ് എങ്ങനെ കണ്ടെത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് ദ ഫോർമുല ദാറ്റ് യു ആർ അപ്ലൈയിങ് ദേർ. ദാറ്റ് ഈസ് x1 ഈസ് ഈക്വൽ ടു x0 മൈനസ് ഗാമ LF x0 ദ ഹോൾ ട്രാൻസ്പോസ്. ഈ ഹോൾ ട്രാൻസ്പോസ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതങ്ങനെ കിടക്കട്ടെ. ഇവിടെ ബേസിക്കലി നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ x0യിൽ നിന്നും അടുത്തൊരു പോയിന്റ് നിങ്ങൾ കണ്ടെത്തണം. ഇത് x0 ഇവിടെയാണെങ്കിൽ അടുത്ത ഒരു പോയിന്റ് നിങ്ങൾ ഇവിടെ കണ്ടെത്തണം. x1 എങ്ങനെ കണ്ടെത്തും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് x0 മൈനസ് gamma is the step that we are trying to take. Gamma into the gradient, gamma into the slope at the point x0. അതാണ് നമ്മൾ ചെയ്യുന്നത്. ദാറ്റ് ഈസ് x1 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇങ്ങനെ എഴുതാം, x0 മൈനസ് സം സ്റ്റെപ്പ് വാല്യൂ gamma into slope at the point x0. ആക്ച്വലി സ്ലോപ്പ് അറ്റ് ദ പോയിന്റ് x0 എന്നുള്ളതിന് അതായത് ഇങ്ങനെ എഴുതുക, x0 മൈനസ് ഗാമ ഇൻറ്റു സ്ലോപ്പ് അറ്റ് ദ പോയിന്റ് x0 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇത് അറ്റ് ദ പോയിന്റ് x0 എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഡെറിവേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ദ ഗ്രേഡിയന്റ്, റൈറ്റ്? ഗ്രേഡിയന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേഡിയന്റ് എങ്ങനെ കണ്ടെത്തും? ഓക്കെ, ഗ്രേഡിയന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് ഇതുപോലെയൊക്കെ ഉണ്ട്. ഗ്രേഡിയന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് ഇതുപോലെയൊക്കെ ഉണ്ട്. ഡോ എഫ് ബൈ ഡോ x01, ഡോ എഫ് ബൈ ഡോ x02 എക്സെട്ര ഇതുപോലെയുണ്ട്. ഇതേ ഇൻറ്റു
x0. x0 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? x0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് x01, x02 എക്സെട്ര ഇങ്ങനെ കിടക്കുന്ന കുറേ പോയിന്റ്സിൻ്റെ കളക്ഷനെയാണ് നമ്മൾ സാധാരണ x0 എന്ന് പറയുന്നത്. ഇതിനെ ഇങ്ങനെ ട്രാൻസ്പോസ് ഇട്ട് വെച്ചേക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ട്രാൻസ്പോസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഡയമെൻഷനാലിറ്റി കറക്റ്റ് ആവത്തുള്ളൂ. കാരണം ഇതാകപ്പാടെ ഒറ്റ ഒരു വാല്യൂ മാത്രമേ വരത്തുള്ളൂ, അത് പോരാ. ഓക്കെ, അത് നമുക്ക് അതിലേക്ക് വരാം. പക്ഷേ ബേസിക്കലി നമ്മൾ പറയുന്ന ഇത്രയേ ഉള്ളൂ. അടുത്ത സ്റ്റെപ്പ്, അതായത് ഒരു പോയിന്റ് x0 നമ്മളുടെ ആർബിട്രറി പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ സ്ലോപ്പ് നമുക്ക് കണ്ടെത്താം. അടുത്ത പോയിന്റ് x1 എങ്ങനെ കണ്ടെത്തണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് ദ ഫോർമുല ദാറ്റ് വി ആർ അപ്ലൈ. x0 minus gamma into, gamma is actually the step value, gamma into slope at the point x0. Slope at the point x0 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഗ്രേഡിയൻറ്റ് at the point x0. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. x1 is equal to x0 minus gamma into delta f, that is the gradient into that particular point. Gradient at x0 into x0. അവിടെ വെച്ച് നമ്മൾ ആൻഡ് ദ സ്റ്റെപ്പ് സൈസ് ഈസ്, ദിസ് ഈസ് സ്റ്റെപ്പ് സൈസ്, ദ സ്റ്റെപ്പ് സൈസ് ഈസ് ഇൻ ഫാക്ട് ഗാമ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ x0 കണ്ടെത്തി, അടുത്തായിട്ട് ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ x1 കണ്ടെത്തി. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ എഫ് ഓഫ് x0യും കണ്ടെത്താം, എഫ് ഓഫ് x1ഉം കണ്ടെത്താം. വി ക്യാൻ ഫൈൻഡ് എഫ് ഓഫ് x0, വി ക്യാൻ ഫൈൻഡ് എഫ് ഓഫ് x1. എഫ് ഓഫ് x0 ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് x0 ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് x1 ആണെങ്കിൽ, അതായത് ഇവിടുത്തെ ഈ പോയിന്റിൽ കർവിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഈ പോയിന്റിലെ കർവിൻ്റെ വാല്യൂ ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? വി ആർ ആക്ച്വലി മൂവിങ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ. നമ്മൾ മിനിമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ കർവിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഇവിടുത്തെ ഫംഗ്ഷൻ്റെ വാല്യൂ കൂടുതലാണ് ഇവിടുത്തെ ഫംഗ്ഷൻ്റെ വാല്യൂവിനേക്കാൾ. ദാറ്റ് മീൻസ് വി ആർ ആക്ച്വലി മൂവിങ് ടുവേഴ്സ് ദ മിനിമം. ഇനിയിപ്പോൾ നേരെ തിരിച്ചാണെങ്കിലോ ഇവിടുത്തെ കർവിൻ്റെ വാല്യൂ എഫ് ഓഫ് x1, ഇവിടുത്തെ കർവിൻ്റെ വാല്യൂവിനേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ പോകുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് എന്നാണ് അതിൻ്റെ മീനിങ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തന്നെ ആകണമെന്നില്ല, ഒരു കേസ് കൂടെ വരാം. സംതിങ് ലൈക്ക് ദിസ് ഈസ് x0 ആൻഡ് മേ ബി ദിസ് ഈസ് x1, ഇങ്ങനെ വരാം. നമ്മൾ സ്റ്റെപ്പ് എടുത്തപ്പം ഏതാണ്ട് ഇത്തിരി വലിയ സ്റ്റെപ്പായി പോയി എടുത്തത്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? x1ലെ ഫംഗ്ഷൻ്റെ വാല്യൂ ദാറ്റ് ഈസ് മോർ ദാൻ, ഇങ്ങനെയാണല്ലോ ഫംഗ്ഷൻ്റെ വാല്യൂ, വെർട്ടിക്കൽ ആക്സിസിലാണല്ലോ ഫംഗ്ഷൻ്റെ വാല്യൂ വരുന്നത്. x1ലെ ഫംഗ്ഷൻ്റെ വാല്യൂ ഈസ് മോർ ദാൻ ദ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് x0. ദാറ്റ് മീൻസ് വി ഹാവ് ഓൾറെഡി ക്രോസ് ദ മിനിമം. അങ്ങനെ വേണമെങ്കിലും വരാം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അത്തരം ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ സ്റ്റെപ്പിൻ്റെ സൈസ് ഒന്ന് കുറയ്ക്കും. അതായത് ഗാമയുടെ വാല്യൂ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഇത്തിരിയും കൂടെ കുറച്ചിട്ട് നോക്കും. അപ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോൾ കറക്റ്റായിട്ടുള്ള വാല്യൂ കിട്ടും. ഇതിനെയാണ് നമ്മൾ സാധാരണ കേസിൽ ഒപ്റ്റിമൈസേഷൻ യൂസിങ് ഗ്രേഡിയൻറ്റ് ഡിസെൻറ്റ് എന്ന് പറയുന്നത്. അതായത് വേണമെങ്കിൽ നമുക്കിതിനെ ഇങ്ങനെ എഴുതാം, മുമ്പേ പറഞ്ഞ പോലത്തെ അനുസരിച്ച് ഇങ്ങനെ എഴുതാം. x1 ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു, x1 ഈസ് ഈക്വൽ ടു x0 ഇൻറ്റു x0 മൈനസ് ഗാമ ഇൻറ്റു ദ സ്ലോപ്പ് അറ്റ് x0 ഇൻറ്റു x0, സ്ലോപ്പ് അറ്റ് x0 ഇൻറ്റു x0. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ കഴിയും? നമുക്കെങ്ങനെ പറയാൻ കഴിയും? ദാറ്റ് ഈസ് വി ക്യാൻ റൈറ്റ് സംതിങ് ലൈക്ക് xi പ്ലസ് 1, അതായത് x1 ഇവിടെ നോക്കിയാൽ മതി. xi പ്ലസ് 1 ഈസ് ഈക്വൽ ടു xi മൈനസ് ഗാമ ഇൻറ്റു ദിസ് തിങ് സ്ലോപ്പ് അറ്റ് xi, that is delta f at xi into xi. the whole transpose നമുക്ക് എടുക്കേണ്ടി വരും, കാരണം എന്നാൽ മാത്രമേ ആ ഡയമെൻഷൻ ശരിയാവത്തുള്ളൂ. അതിനു വേണ്ടി മാത്രമാണ്. പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് മെത്തേഡ് ഇത് മാത്രമാണ്. എന്നിട്ട് ഇത് എത്രമാത്രം ഇതിങ്ങനെ നമ്മൾ ആദ്യം x0 കണ്ടെത്തും. x0 നമ്മൾ ഏതെങ്കിലും ആർബിട്രറി പോയിന്റ് എടുക്കും. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ x1 കണ്ടെത്തും, വീണ്ടും നമ്മൾ x2 കണ്ടെത്തും, x3 കണ്ടെത്തും. ഓരോ തവണയും നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ് ഈസ് എഫ് ഓഫ് xi ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് xi പ്ലസ് 1 ആണോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനേക്കാൾ കൂടുതലാണോ ഈ പറഞ്ഞ സംഗതി എഫ് ഓഫ് xi ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് xi പ്ലസ് 1 ആണോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും.
> എന്ന് വേണം, അല്ല ഗ്രേറ്റർ ദാൻ ആണോ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു f(i+1) ആണോ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും, xi+1 ആണോ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് ഇങ്ങനെ താഴോട്ട് പോയി അവസാനം നമ്മൾ ഈ മിനിമം പോയിന്റ് അല്ലെങ്കിൽ ലോക്കൽ മിനിമത്തിലേക്ക് എത്തും. ഇതിനെയാണ് ഒപ്റ്റിമൈസേഷൻ യൂസിങ് ഗ്രേഡിയന്റ് ഡിസെന്റ് എന്ന് പറയുന്നത്. നമുക്കൊരു ചെറിയൊരു പ്രോബ്ലം കൂടെ വളരെ പെട്ടെന്ന് ചെയ്യാം. ചെറിയൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. നമുക്കൊരു കൺസിഡർ എ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ഇൻ 2 dimensions. നമുക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഞാൻ ഇവിടേക്ക് എഴുതാം. നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ? ഫംഗ്ഷൻ ഈസ് ആക്ച്വലി f(x1, x2). ഇതിങ്ങനെ വെക്ടറായിട്ട് എഴുതിയേക്കെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ സാധാരണ എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതിയത് f(x1, x2) is equal to what? അതെന്താണ്? 1/2 1/2 x1, x2 1/2 x1, x2 into it's actually a matrix. 1/2 x1, x2 into 2, 1, 120 into x1, x2 x1, x2 minus 5t into x1, x2. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെയൊക്കെ എക്സ്പാൻഡ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, ദാറ്റ് ഈസ് ഇങ്ങനെയൊക്കെ എഴുതാം. ഞാൻ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, ദാറ്റ് ഈസ് 2x1 2x1 plus x2. അടുത്ത ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, ദാറ്റ് ഈസ് x1 plus 20x2 into x1, x2. നിങ്ങൾക്ക് വീണ്ടും ചെയ്യാം, ഇങ്ങനെ ചെയ്ത് പോകാം. ഇതിനെയും വേണമെങ്കിൽ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, ദാറ്റ് ഈസ് 5x1 plus 3x2 എന്നൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഇതൊരു ബേസിക്കലി ഒരു ഫംഗ്ഷൻ എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. അതായത് ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം, ഇവിടെ x1, x2 രണ്ട് പാരാമീറ്റേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നിങ്ങൾക്ക് മിനിമൈസ് ചെയ്യണം. ഈ പറഞ്ഞ സംഭവത്തെ മിനിമൈസ് ചെയ്യണം. ഇതിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഇതിൻ്റെ ഗ്രേഡിയൻ്റ് ആദ്യം എടുക്കും. ഈ പറഞ്ഞ ഫംഗ്ഷൻ്റെ, ഈ ഒരു വലിയ ഫംഗ്ഷൻ്റെ ഗ്രേഡിയൻ്റ് ആദ്യം എടുക്കും. വാട്ട് ഈസ് ദാറ്റ് ഗ്രേഡിയൻ്റ്? Gradient, that is delta f. Del f is in fact x1, x2 into 2, 1, 120 into minus 5, 3. ഇതിൻ്റെ ഗ്രേഡിയൻ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. നമ്മൾ ഗ്രേഡിയൻ്റ് എടുക്കുന്ന രീതി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രേഡിയൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഗ്രേഡിയൻ്റ് ഒക്കെ കണ്ടെത്തുക, ആ ഫംഗ്ഷൻ്റെ ഗ്രേഡിയൻ്റ് കണ്ടെത്തുക. ഇനി ആർബിട്രറി ആയിട്ടൊരു പോയിന്റ് എടുക്കുക, ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ എടുക്കുന്ന പോയിന്റ് -3, -1 എന്നുള്ളതാണ്. നമ്മൾ എടുക്കുന്ന പോയിന്റ് -3, -1 എന്നുള്ളൊരു പോയിന്റാണ് നമ്മൾ എടുക്കുന്നത്. -3, -1. എന്നിട്ട് ഇനി നമ്മൾ ഈ പറഞ്ഞ അപ്പോൾ x0 നമുക്ക് കിട്ടി, x0 അറിയാം, സ്റ്റെപ്പിൻ്റെ വാല്യൂ നമുക്ക് ഒരെണ്ണം എടുക്കണം, അതിനുശേഷം ഗ്രേഡിയൻറ്റും അറിയാം, പിന്നീട് വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്ന് മാത്രമേ നമുക്ക് ആകെ ചെയ്യാനുള്ളൂ. അതായത് ഇതിനെ -3, -1 എടുത്തു കഴിഞ്ഞാൽ x0 എന്നുള്ളത് -3, -1 എടുത്തു കഴിഞ്ഞാൽ xi+1 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം xi മൈനസ് ഗാമ i ഇൻറ്റു ഡെൽറ്റ എഫ് ഇൻറ്റു xi എന്നുള്ളതൊക്കെ നമുക്കറിയാം. നമ്മൾ കുറച്ച് മുമ്പ് അങ്ങോട്ട് കണ്ടുപിടിച്ച് വെച്ചതേ ഉള്ളൂ. അതായത് നെക്സ്റ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസന്റ് പോയിന്റ് മൈനസ് സ്റ്റെപ്പ് ഇൻറ്റു ദ ഗ്രേഡിയൻറ്റ്, സ്റ്റെപ്പ് ഇൻറ്റു സ്ലോപ്പ്. അതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഗാമ എന്നുള്ളത് നമ്മൾ സ്റ്റെപ്പ് സൈസ് ആയിട്ട് 0.085 എടുത്തു. സ്റ്റെപ്പ് സൈസ് ആയിട്ട് നമ്മൾ 0.085 എടുത്തു. അങ്ങനെയാണെങ്കിൽ x0 നമുക്ക് നമ്മൾ എടുത്തിരിക്കുന്ന -3, -1 എന്നുള്ള പോയിന്റാണ്.
അങ്ങനെയാണെങ്കിൽ x1 എന്നുള്ളത് നമുക്ക് ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ -1.98 1.21 എന്നുള്ള പോയിന്റ് കിട്ടും. അടുത്തായിട്ട് വീണ്ടും x2 എന്ന് വെച്ച് കഴിഞ്ഞാൽ -1.32 -0.42 എന്നുള്ള പോയിന്റ് കിട്ടും. ബേസിക്കലി ഇതാണ് ആ കർവ്. നമ്മൾ ഇനിഷ്യലി എടുത്തത് ഈ ഒരു പോയിന്റ് ആണ്. സ്റ്റെപ്പ് സൈസ് എടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ മൊത്തമായിട്ട് കവർ ചെയ്യത്തക്ക രീതിയിലാണ് നമ്മളിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത്. അത് ജസ്റ്റ് എക്സാമ്പിൾ ആയതുകൊണ്ട് മാത്രമാണ്. ഇതാണ് x0. x0 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു? -3 -1 -3 -1 ഉള്ള ഇതാണ് ആക്ച്വലി x0. അടുത്തായിട്ട് x1 ആയിട്ട് കിട്ടിയേക്കുന്ന ഏതാ? -1.98 1.21 -1.98 1.21 ഇതാണ് ആക്ച്വലി x1 ആയിട്ട് കിട്ടിയത്. അടുത്തത് x2 ആയിട്ട് കിട്ടിയത് -1.32 -0.42 -1.32 what is that? -1.32. okay, this is 0, this is -1.32 would be somewhere around here. Okay, initially what we took was x0 was -3 -1 -3 -1, this was x0, and next x1 was -1.98 1.21. x1 was -1.98 1.21, so that would be somewhere around this point. x2 is -1.32 x2 is -1.32, so it would be in this direction 1.32 and -0.42, so it would be somewhere around x2 would be somewhere around here. ഈ രീതിയിൽ നമുക്കിങ്ങനെ ഈ ഫംഗ്ഷൻ്റെ ഡിഫറെൻറ്റ് വാല്യൂസ് കണ്ടുപിടിച്ച് പോകാം അണ്ടിൽ വി റീച്ച് സംവെയർ ഹിയർ. ഇതാണ് ഇതിൻ്റെ മിനിമം പോയിന്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഫംഗ്ഷൻ്റെ മിനിമം പോയിന്റ് എന്ന് പറയുന്നതായിരിക്കും. സോ ഈ രീതിയിൽ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിച്ച് മുമ്പോട്ട് പോകാം. റൈറ്റ്, ഇതൊരു എക്സാമ്പിൾ എന്നുള്ള രീതി എടുത്താൽ മതി. സോ ഡോണ്ട് വറി മച്ച് അബൌട്ട് ദിസ് തിങ്. ദ ഓൺലി തിങ് ഐ വാണ്ട് ടു tell you was about this particular formula. ഇതിനെ പറ്റിയായിരുന്നു എനിക്ക് പറയാനുണ്ടായിരുന്നത്. How we are finding the next point given xi കിട്ടിക്കഴിഞ്ഞാൽ xi പ്ലസ് എങ്ങനെ കണ്ടെത്തും എന്നുള്ള ഈ ഒരു ഫോർമുലയെ പറ്റി മാത്രമായിരുന്നു എനിക്ക് പറയാനുണ്ടായിരുന്നത്. ഈ വേണമെങ്കിൽ വളരെ എളുപ്പത്തിൽ ഒരെണ്ണം കൂടെ നമുക്ക് സ്പ്രെഡ് ചെയ്തിട്ട് നിർത്തിയേക്കാം. ഇതുകൂടെ പറഞ്ഞിട്ട് നിർത്തിയേക്കാം. നമുക്ക് പ്രാക്ടിക്കലായിട്ടുള്ള ഒരെണ്ണമാണ് AX = B എന്നുള്ള ഒരു ഇക്വേഷൻ ഉണ്ടെന്നിരിക്കട്ടെ. AX = B. ഈ AX = B നമ്മൾ സോൾവ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ x = B / A എന്നൊക്കെ നമ്മൾ കണ്ടെത്താറുണ്ട്. AX = B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ x = B / A എന്നൊക്കെ പറയുമ്പോൾ ആക്ച്വലി നമ്മളിവിടെ ബേസിക്കലി ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ നമ്മൾ ബേസിക്കലി ചെയ്യുന്നത് വെച്ചാൽ രണ്ടിടത്തും നമ്മൾ B സബ്ട്രാക്ട് ചെയ്താൽ എന്ത് കിട്ടും? AX - B = 0. ഇതിനെ ഒപ്റ്റിമൈസ് ചെയ്യുക അല്ലെങ്കിൽ ഇതിനെ മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഫൈൻഡ് എ വാല്യൂ ഓഫ് B such that this function AX - B is minimized. മിനിമം വാല്യൂ ഓഫ് AX - B 0 എന്ന് എടുക്കുകയാണെങ്കിൽ find a value of x such that this function of x is equal to AX - B. ഇതിനെ മിനിമൈസ് ചെയ്യുന്ന എക്സിന്റെ വാല്യൂ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മളിവിടെ ബേസിക്കലി ചെയ്യുന്നത്, അല്ലേ? AX = B എന്നുള്ളതിനെ സോൾവ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ that is equivalent to saying like minimize the function AX - B and find the corresponding value of x. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതെങ്ങനെ ചെയ്യാം? ഇനി ഇതിനകത്ത് വേറൊരു കേസ് കൂടിയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ AX - B മിനിമം ആകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ രണ്ട് രീതിയിൽ വരാം. അതായത് AX - B മിനിമം ആകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കാം. ദാറ്റ് ഈസ് AX - B മിനിമം ആകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് എക്സിന്റെ വാല്യൂ ഇറ്റ് ഈസ് 3x - 3 ആണെന്നിരിക്കട്ടെ. AX - B വരുന്ന 3x - 3 ഇട്ടു. എക്സിന്റെ വാല്യൂ ഞാൻ 1 ഇട്ട് കൊടുത്തു. എക്സിന്റെ വാല്യൂ ഞാൻ 2 ഇട്ട് കൊടുത്തു. എക്സിന്റെ വാല്യൂ 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വാട്ട് വിൽ ഐ ഗെറ്റ്? X is actually 2. X is 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 - 3 = 3.
എക്സിൻ്റെ വാല്യൂ ഞാൻ 3 ഇട്ട് കൊടുത്തു. 9 മൈനസ് 3 ഈക്വൽ ടു വാട്ട്, ഈക്വൽ ടു 6. ഇതിങ്ങനെ കൂടി പോയിക്കൊണ്ടിരിക്കുക, ഇതിങ്ങനെ കൂടി പോയിക്കൊണ്ടിരിക്കുക, റൈറ്റ്. 3x മൈനസ് 3 ആണല്ലോ നമുക്കിവിടെ ഉള്ളത്. 3x മൈനസ് 3, എക്സിൻ്റെ വാല്യൂ ഞാൻ 1 കൊടുത്തു. സോ വാട്ട് ആം ഐ ഗെറ്റിംഗ്, 3 ഇൻറ്റു 1 മൈനസ് 3 ഈസ് ഈക്വൽ ടു 0. 3 മൈനസ് 3 ഈസ് ഈക്വൽ ടു 0. എക്സിൻ്റെ വാല്യൂ ഞാൻ 0 ഇട്ട് കൊടുത്തു. 3 ഇൻറ്റു 0 മൈനസ് 3, ഇറ്റ് ഈസ് ആക്ച്വലി മൈനസ് 3, റൈറ്റ്. ദിസ് ഈസ് 0 മൈനസ് 3 ഈസ് ഈക്വൽ ടു മൈനസ് 3. എക്സിൻ്റെ വാല്യൂ -1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ -3 മൈനസ് 3 ഈസ് ഈക്വൽ ടു -6. ഇത് ആക്ച്വലി കൂടിക്കൊണ്ടിരിക്കുകയാണോ, ഇത് -6. ആക്ച്വലി ഇത് മിനിമൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ മിനിമൈസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന x-2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലും മിനിമം വാല്യൂ കിട്ടും. പക്ഷെ നമുക്ക് ആക്ച്വലി വേണ്ടത് അങ്ങനെയുള്ളതല്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ഇതാണ് ആക്ച്വലി വേണ്ടത്. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് ആണ് നമുക്ക് വേണ്ടത്. കാരണം നിങ്ങൾക്കറിയാം ax മൈനസ് ബി ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് ഷുഡ് ബി ഈക്വൽ ടു b/a ആയിരിക്കണമെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ 3x മൈനസ് 3യുടെ കേസ് എക്സ് ഷുഡ് ബി ഈക്വൽ ടു 3/3 വരണമെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒരു എറർ ഫംഗ്ഷൻ എന്നാണ് നമ്മൾ പറയുക. എക്സ് ഈക്വൽ ടു ബി എന്നുള്ളതാണെങ്കിൽ ഇതിനെ നമ്മൾ സാധാരണ എറർ ഫംഗ്ഷൻ എന്നാണ് പറയുക. പക്ഷേ ഈ എറർ ഫംഗ്ഷൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് വാല്യൂസിനെ ഇതിന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ക്വയർ ചെയ്യും. ഇതിനെ സ്ക്വയർ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ax മൈനസ് ബി എ മിനിമൈസ് ചെയ്യുന്നതിന് പകരം ax മൈനസ് ബി ദ ഹോൾ സ്ക്വയർഡിനെ നമ്മൾ മിനിമൈസ് ചെയ്യും. ax മൈനസ് ബി ദ ഹോൾ സ്ക്വയർഡിനെ മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് കിട്ടുക? ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ax മൈനസ് ബി ദ ഹോൾ സ്ക്വയർഡിനെ മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. ഇതാ എക്സിൻ്റെ വാല്യൂ ആണ് ഇവിടെ. എക്സിൻ്റെ വാല്യൂ 1, എക്സിൻ്റെ വാല്യൂ 2, 3, 4, ഇവിടെ 0, -1, -2 ഈ രീതി പോകും, റൈറ്റ്. എക്സിൻ്റെ വാല്യൂ -1 ആകുമ്പോൾ ഇറ്റ് ഈസ് -6. -6ൻ്റെ സ്ക്വയർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറൗണ്ട് -36 വരും. എക്സിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ -3, -3യുടെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് it will be around +9. -36 അല്ല 36 വരും. ഇറ്റ് വിൽ ബി അറൗണ്ട് +9. 1 ആകുമ്പോൾ ഇറ്റ് ഈസ് 0, 0യുടെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 0. 2 ആകുമ്പോൾ ഇറ്റ് ഈസ് 3, 3യുടെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അറൗണ്ട് 9. 3 ആകുമ്പോൾ ഇറ്റ് ഈസ് 6. ഇറ്റ് ഈസ് ഏതാണ്ട് ഇതുപോലത്തെ ഒരു പരാബോളയായിരിക്കും നിങ്ങൾ ഇതിൻ്റെ ഈ എറർ ഫംഗ്ഷൻ്റെ സ്ക്വയർഡ് എടുക്കുകയാണെങ്കിൽ കിട്ടുക. ഇനി ഇതിനെ നിങ്ങൾ മിനിമൈസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ദിസ് പോയിന്റ്. ഈ പോയിന്റ് ആയിരിക്കും അതിൻ്റെ മിനിമം വാല്യൂ ഫോർ വിച്ച് ദ വാല്യൂ ഓഫ് എക്സ് വിൽ ബി 1. മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു. ഇത് കാരണം ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല ഞാൻ ഈ പറയുന്നത്. ഞാനിപ്പോൾ ആകെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു ബി എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇക്വേഷനാണ്. ഇതിൽ എക്സിൻ്റെ വാല്യൂ കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് മോർ ഓർ ലെസ് ഈക്വൽ ടു ഒപ്റ്റിമൈസ് ദ എറർ ഫംഗ്ഷൻ ax മൈനസ് ബി. അതിനെ ഒപ്റ്റിമൈസ് ചെയ്യുന്ന ഒരു കേസാണ് നമുക്ക് ആകെ വേണ്ട. ഒപ്റ്റിമൈസേഷൻ്റെ മിനിമൈസേഷൻ തന്നെയാണ് ഞാൻ പറഞ്ഞു. പക്ഷേ ഇതിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ -3, -6, അടുത്തെത്ര -9, -12 ഈ രീതി ഇങ്ങനെ മിനിമൈസ്ഡ് ആയി പോയിക്കൊണ്ടിരിക്കും. അപ്പം നമുക്ക് അതിനകത്ത് ഒരു പ്രോപ്പർ വാല്യൂ കിട്ടില്ല. നമ്മളതുകൊണ്ട് എറർ ഫംഗ്ഷൻ്റെ സ്ക്വയർഡ് എടുക്കും. സ്ക്വയർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടും. ഇതിനെ നമ്മൾ സാധാരണ സ്ക്വയർഡ് എറർ എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ മെഷീൻ ലേണിംഗിലെ ഒരു ടേമാണ്. നമ്മളതിനെപ്പറ്റി ഇതിൽ വലുതായിട്ട് പഠിക്കാനില്ല. എന്നാൽ പോലും നമ്മൾ ഈ സ്ക്വയർഡ് എറർ എടുത്തിട്ട് അതിനെ ഇതിനെ സോൾവ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വലന്റ് ടു മിനിമൈസ് ദ സ്ക്വയർഡ് എറർ. അതാണ് ഇവിടെ വരുന്നത്. ഇതിനെ എങ്ങനെ നമുക്ക് മിനിമൈസ് ചെയ്യാൻ കഴിയും? ഇതിനെ മിനിമൈസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. എങ്ങനെയാണ്? ഇതിൻ്റെ ഗ്രേഡിയൻ്റ് എടുക്കുക. ഇതിൻ്റെ ഗ്രേഡിയൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? ax മൈനസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ ഗ്രേഡിയൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? ദിസ് ഈസ് എഫ് ഓഫ് എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ del f ഗ്രേഡിയൻ്റ് വിൽ ബി 2 ഇൻറ്റു ax മൈനസ് ബി ഇൻറ്റു എ എന്ന് കിട്ടും. 2 ഇൻറ്റു ax മൈനസ് ബി ഇൻറ്റു എ എന്ന് കിട്ടും. ഈ ഗ്രേഡിയൻ്റ് നമുക്ക് മുമ്പേ പറഞ്ഞ പോലെ ചെയ്യാം. ഏതെങ്കിലും ഒരു പോയിന്റ് സ്റ്റാർട്ട് ചെയ്യാം. അവിടുത്തെ പർട്ടിക്കുലർ ഇതിനെ നമുക്ക് x0 എന്ന് വിളിക്കാം. അടുത്തായിട്ട് നമുക്ക് x1 കണ്ടുപിടിക്കാം, x2 കണ്ടുപിടിക്കാം. ഈ രീതിയിൽ ഇങ്ങനെ പോകാം. അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു പർട്ടിക്കുലർ കേസ് വേണമെങ്കിൽ നമുക്ക് അനലിറ്റിക്കലായിട്ട് വേണമെങ്കിലും കണ്ടെത്താം. സോ ദാറ്റ് ഈസ് അബൌട്ട്
That is about ഗ്രേഡിയൻറ്റ് ഡിസെൻറ്റ്. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്റ്റിമൈസേഷൻ എന്താണെന്ന് പഠിച്ചു. ഒപ്റ്റിമൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ മിനിമൈസ് ചെയ്യുകയോ മാക്സിമൈസ് ചെയ്യുകയോ ചെയ്യുന്നതിനെയാണ് ഒപ്റ്റിമൈസേഷൻ എന്ന് പഠിച്ചു. അപ്പോൾ ഇതിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണ് ഇതിനെ മിനിമൈസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഗ്രേഡിയൻ്റ് എടുക്കും. ഗ്രേഡിയൻ്റ് എടുക്കുമ്പോൾ ആ വാല്യൂ 0 വരികയാണെങ്കിൽ അതായിരിക്കും മിനിമം വാല്യൂ അല്ലെങ്കിൽ മാക്സിമം വാല്യൂ. മിനിമത്തിലും മാക്സിമത്തിലും ഗ്രേഡിയൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ദ കർവാണ്. ആ ഗ്രേഡിയൻ്റ് 0 വരികയാണെങ്കിൽ അത് എയ്തർ മിനിമം ഓർ മാക്സിമം ആയിരിക്കും. ഇനി അത് മിനിമം ആണോ മാക്സിമം ആണോ എന്ന് അറിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കും. സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അത് ലെസ് ദാൻ 0 ആണെങ്കിൽ ദാറ്റ് വിൽ ബി മാക്സിമം, അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ ദാറ്റ് വിൽ ബി മിനിമം. ഈ രീതിയിലാണ് നമുക്ക് ആക്ച്വലി മിനിമൈസേഷൻ അല്ലെങ്കിൽ മാക്സിമൈസേഷൻ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് എപ്പോഴും എളുപ്പമാകണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ഗ്രേഡിയൻ്റ് ഡിസെൻറ്റ് എന്നും പറഞ്ഞൊരു അൽഗോരിതം അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് കൊണ്ടുവന്നു. ഗ്രേഡിയൻ്റ് ഡിസെൻറ്റിൽ എന്താണ് ചെയ്യുന്നത്? ഗ്രേഡിയൻ്റ് ഡിസെൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കും, ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് എടുക്കും, ഈ ഒരു പോയിന്റ് എടുക്കും. ഈ പോയിന്റിൽ എടുത്തിട്ട് ഇവിടുത്തെ സ്ലോപ്പ് കണ്ടെത്തും. സ്ലോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേഡിയൻ്റ് കണ്ടെത്തും. എന്നിട്ട് ഈ പോയിന്റിന് ദിസ് ഈസ് x0 എന്ന് എടുക്കും. ഈ പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ട് x1 കണ്ടെത്തും. അടുത്തായിട്ട് x1നെ ബേസ് കൊണ്ട് x2 കണ്ടെത്തും. ഇങ്ങനെ പോയി അവസാനം നമ്മളിവിടെ കണ്ടെത്തും. ഇതാണ് നമ്മൾ ഗ്രേഡിയൻ്റ് ഡിസെൻറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്രേഡിയൻ്റ് ഡിസെൻറ്റിൻ്റെ 1-2 ചെറിയ എക്സാമ്പിൾ, വളരെ ക്രൂഡായിട്ട്, നമ്മളവിടെ പ്രോബ്ലം ഒന്നും സോൾവ് ചെയ്തില്ല, പക്ഷെ വളരെ ക്രൂഡായിട്ടുള്ള ഒരു 2 എക്സാമ്പിൾസും നമ്മൾ കണ്ടു. So that's all for today. We are stopping today's class. So I hope you understood a portion of this one. നിങ്ങൾക്കിത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ പോലും മീനു, യു ക്യാൻ സ്റ്റോപ്പ് റെക്കോർഡിങ്. എന്നാൽ പോലും അറ്റ്ലീസ്റ്റ് യു ഗോട്ട് ആൻ ഐഡിയ അബൌട്ട് ദിസ്. എങ്ങനെയാണ് കുറച്ചെങ്കിലുമൊക്കെ മനസ്സിലായി.